നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ LD ടൈപ്പിസ്റ്റ്, അതായത് കാറ്റഗറി നമ്പർ 106/2025 എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് മെസ്സേജ് വന്നത്. 12/12/2025 മെസ്സേജ് വന്നിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. നേരത്തെ കമ്പനി ബോർഡ് LD ടൈപ്പിസ്റ്റിൻ്റെ മെസ്സേജുകൾ കുറേ പേർക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇപ്പം ആ കൂട്ടത്തിൽ ആ ഒരു എക്സാം എഴുതാതെ ചിലപ്പോൾ ഈ കാറ്റഗറി മാത്രം എഴുതിയിട്ടുള്ളവർ കാണും. അതല്ലാന്നുണ്ടെങ്കിൽ അപ്ലോഡ് മെസ്സേജ് വരാത്തവർ കാണും. അപ്പോൾ ഇനി അപ്ലോഡ് മെസ്സേജ് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരവരുടെ മെസ്സേജസ് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഐ ഡി ആധാറാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ, നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ്, പിന്നെ നോൺ ക്രീമി ലെയർ, സർവീസ് സർട്ടിഫിക്കറ്റ് വേണ്ടവർക്ക് ആ സർട്ടിഫിക്കറ്റ്, പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റൊക്കെയാണ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 18/12/2025 ആണ്. അപ്പോൾ 18/12/2025 മുന്നേ എല്ലാവരും സർട്ടിഫിക്കറ്റ്സുകൾ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ഇനി ആർക്കെങ്കിലും സർട്ടിഫിക്കറ്റ്സുകൾ അപ്ലോഡ് ചെയ്യാൻ വന്നിട്ടില്ല എന്നുള്ളവർ അത് ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട. ഇനിയും നമ്മുടെ മുന്നിൽ എക്സാമുകളുണ്ട്, അതിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുക. ഇപ്പോൾ ഡിസംബർ 23 നടക്കാൻ പോകുന്ന ഓഫീസ് അസിസ്റ്റൻറ്റ് എക്സാം ആണെങ്കിൽ നമ്മുടെ ടൈപ്പിസ്റ്റ് ക്വാളിഫിക്കേഷൻ വരുന്ന എക്സാമാണ്. അപ്പം മാക്സിമം അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇനിയും മെസ്സേജ് വരുമോ, അതോ ഒരു ദിവസം മാത്രമേ എല്ലാവർക്കും വരത്തുള്ളൂ, അങ്ങനെയൊക്കെ പല സംശയങ്ങളും പലരും ചോദിക്കുന്നുണ്ട്. PSCയുടെ കാര്യമാണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല. ചില എക്സാമുകൾക്ക് നേരത്തെ കുറച്ച് ഇപ്പം അവർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് വെരിഫിക്കേഷൻ കഴിയുമ്പോൾ ആ ലിസ്റ്റിൽ വേണ്ട അത്രയും പേര് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ രണ്ടാമത് മെസ്സേജ് അയക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്കിതൊന്നും പറയാൻ പറ്റത്തില്ല എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഇതെല്ലാം PSCയുടെ കാര്യങ്ങളാണ്. അപ്പോൾ ഇനി വന്നിട്ടില്ലാത്തവർ അതോർത്ത് വിഷമിച്ചിരിക്കരുത്. ഇനിയും മുന്നിൽ എക്സാമുകളുണ്ട്. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ലക്ഷ്യത്തിൽ എത്താൻ കഴിയത്തുള്ളൂ. ഈ ഒരു എക്സാം നമുക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ വന്നില്ല, നമ്മൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും മാർക്ക് മേടിച്ചിട്ടും ലിസ്റ്റിൽ വരാനോ അല്ലെങ്കിൽ നമുക്ക് അപ്ലോഡ് മെസ്സേജ് വന്നില്ല എന്നൊന്നും കരുതി വിഷമിക്കല്. ഇനി അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുള്ളവരും ലിസ്റ്റിൽ ഉൾപ്പെടണമെന്നില്ല. അതും അവർ ആ ഒരു മെസ്സേജിൽ തന്നെ പ്രത്യേകം പറയുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നെന്നും പറഞ്ഞ് നമ്മൾ ലിസ്റ്റിൽ ഉണ്ടാവണമെന്നുമില്ല. അപ്പോൾ അത് ഓർത്ത് തന്നെ എല്ലാവരും മുന്നോട്ട് പോവുക. ഇനി ഈ അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുള്ളവർക്ക് എന്തായാലും അഭിനന്ദനങ്ങൾ. അപ്പോൾ അവരൊക്കെ ലിസ്റ്റിൽ ഉൾപ്പെടട്ടെ, നല്ലൊരു റാങ്കിൽ എത്തട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. ഇനി ഇല്ലാത്തവർ വിഷമിച്ചിരിക്കാതെ അടുത്തത് എന്താണ് എന്നത് ചിന്തിച്ച് മുന്നോട്ട് തന്നെ പോകാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.